നീറ്റ് UG 2025 ഇനി 2 ദിവസങ്ങൾ മാത്രം. മെയ് 4-ാം തീയതി ആരംഭിക്കുന്ന ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ പൂർണ്ണമായി കാണുക. മെയ് 4-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ രാജ്യത്തിനകത്തും പുറത്തുമായി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തപ്പെടുന്ന നീറ്റ് UG 2025 22 ലക്ഷത്തിലധികം കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്, ഇപ്പോൾ എല്ലാവരും തന്നെ അവർ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും. ഈ അഡ്മിറ്റ് കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം അതിനകത്ത് ഓരോരുത്തർക്കും ഒരു റോൾ നമ്പർ ഉണ്ട്. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ, കാൻഡിഡേറ്റിൻ്റെ പേര്, ഫാദറിൻ്റെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ കാറ്റഗറി NCL ആണോ OBC, ഇങ്ങനെ ഏത് കാറ്റഗറിയാണ്, പിന്നെ സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി, ഏത് സ്റ്റേറ്റ്, കേരളയാണ് കേരള എന്ന് കാണിക്കും. പിന്നെ മോഡ് ഓഫ് ഒതന്റിക്കേഷൻ ഡ്യൂറിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഏത് ഇതാണ്, അത് ആധാറാണ് 40% കൊടുത്തിരിക്കുന്നത്. ക്രെഡിറ്റ് കാർഡിൽ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് ഒരു QR കോഡ് ഉണ്ട്. അതേപോലെ തന്നെ റോൾ നമ്പർ, ബാർകോഡ്, പിന്നെ റൈറ്റ് സൈഡിൽ കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ, ഇവയെല്ലാം വന്നിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ടെസ്റ്റ് ഡീറ്റെയിൽസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പേപ്പർ മീഡിയം ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഇംഗ്ലീഷ്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, റിപ്പോർട്ടിൻ ഓർ എൻട്രി ടൈം അറ്റ് സെന്റർ 11 AM ആണ്. രാവിലെ 11 മണിക്കാണ് എത്തേണ്ടത്. ഗേറ്റ് ക്ലോസിംഗ് ടൈം ഓഫ് സെന്ററിന്റെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം 1:30 ആണ്. അതായത് ഷാർപ്പ് 1:30 മുമ്പ് അവിടെ എത്താത്തവരെ യാതൊരു കാരണവശാലും അവിടെ കയറ്റുന്നതല്ല. ട്രാഫിക് ബ്ലോക്ക് ആണോ മറ്റേതായിരുന്നു അതാണ് ഇതാണോ എന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ അവിടെ എത്താൻ ശ്രമിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. പരീക്ഷ എത്തണമെങ്കിൽ പരീക്ഷ ഹാളിൽ എത്തണം എന്നത് നിർബന്ധമാണ്. അപ്പൊ അത് നേരത്തെ എത്താൻ വളരെയധികം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. എക്സാം ആരംഭിക്കുന്നത് 2 മണി മുതൽ 5 മണി വരെയാണ്. ടെസ്റ്റ് സെന്ററിന്റെ നമ്പർ, ടെസ്റ്റ് സെന്റർ നെയിം, ടെസ്റ്റ് സെന്റർ അഡ്രസ്സ്, ഇവ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി വായിക്കണം. കാരണം പലർക്കും ഒരേ പേരിലുള്ള സ്ഥലങ്ങൾ പല പ്രദേശങ്ങളിൽ ഉണ്ടാകും, ഒരേ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അടുത്ത പ്രദേശങ്ങളിലൊക്കെ അതേ പേരിൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ഈ പ്രാവശ്യം കേരളത്തിൽ എയ്ഡഡ്, ഗവൺമെൻറ്, അതുപോലെ കോളേജുകൾ എല്ലാമാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷ ഡ്യൂട്ടി സ്റ്റേറ്റ് വിദ്യാഭ്യാസ ബോർഡിനെയാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒട്ടിക്കാനും അതുപോലെ തമ്പ് ഇംപ്രഷനുള്ള സൗകര്യമാണ്. അവിടെ കാൻഡിഡേറ്റ്സിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. കാൻഡിഡേറ്റ്സിന്റെ ലെഫ്റ്റ് ആൻഡ് തമ്പ് ഇംപ്രഷൻ, പിന്നെ കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എക്സാമിനേഷൻ ദ പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്ററിന്റെ മുന്നിൽ വെച്ച് മാത്രമേ അവിടെ സൈൻ ചെയ്യാവൂ എന്ന്. പിന്നത്തെ സെക്കൻഡ് പേജിലേക്ക് വരുന്നത് ഒരു 4x6 സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ള ഒരു സ്ഥലമാണ്. അതും ഒട്ടിച്ചുകൊണ്ട് ചെല്ലണം. അവിടെയും ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ടൈം, റോൾ നമ്പർ, കാൻഡിഡേറ്റിന്റെ നെയിം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡിന് 4 പേജുകളുണ്ട്. 4 പേജിന്റെയും 2 പേജാണ് നമുക്ക് പരീക്ഷ ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടത്, സെന്ററിൽ കൊണ്ടുപോകേണ്ടത്. 2 പേജ് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ്. ആ ഇൻസ്ട്രക്ഷൻസ് വളരെ കൃത്യമായിട്ട് വായിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് പോകുമ്പോൾ അഡ്മിറ്റ് കാർഡ്, വാലിഡ് ID പ്രൂഫ്, ഫോട്ടോ പതിച്ച അതിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ID പ്രൂഫുമായിട്ടാണ് പോകേണ്ടത്. പിന്നെ ഈ വർഷത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഈ 4 വിഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഈ 180 ചോദ്യങ്ങളാണ്. കഴിഞ്ഞ വർഷം 200 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതായത് 180 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം എന്നുള്ളതാണ്. ഉത്തരം എഴുതണം എന്ന് പറഞ്ഞാൽ അവിടെ ചോയ്സ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ അറിയാൻ പാടില്ല എങ്കിൽ മൈനസ് മാർക്കുകൾ കൊണ്ട് എഴുതണം എന്നല്ല ഉദ്ദേശിച്ചത്. പരീക്ഷ ദൈർഘ്യം 3 മണിക്കൂറാണ്. കഴിഞ്ഞ വർഷം അത് 3 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. കൈവശം വയ്ക്കാവുന്ന രേഖകളെ കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് പറയുന്നത് ഫോട്ടോ ഉള്ള സാധുവായ ഒറിജിനൽ തിരിച്ചറിയൽ കാർഡ് വേണം, ഒറിജിനൽ വേണം, ഫോട്ടോ കോപ്പി പാടില്ല എന്നതാണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, പാസ്പോർട്ട്, റേഷൻ കാർഡ്, 10ാം ക്ലാസ് ബോർഡ് പരീക്ഷ അഡ്മിറ്റ് കാർഡ്, ഏതായാലും ഫോട്ടോ ഉള്ളത്, സർക്കാർ നൽകിയ സാധുവായ മറ്റേതെങ്കിലും ഫോട്ടോ ID കാർഡ് എന്നിവയൊക്കെ നമുക്കിതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷയിൽ നൽകിയിട്ടുള്ള ഫോട്ടോയുടെ ഒരു കോപ്പി കൂടി കൊണ്ടുപോകണം. ഇത് പരീക്ഷാ ഹാളിൽ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമായും കരുതിയിരിക്കണം.
അതുപോലെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തപ്പോൾ പ്രൊഫോമ ഡൗൺലോഡ് ചെയ്യണം. അതിന് നിർദ്ദിഷ്ട സ്ഥാനത്ത് അപേക്ഷാർത്ഥിയുടെ പോസ്റ്റ് കാർഡ് വലിപ്പത്തിലുള്ള 4x6 വലിപ്പത്തിലുള്ള ഫോട്ടോ ഒട്ടിച്ചു കൊണ്ടുപോകണം. പരീക്ഷാ ഹാളിൽ അത് ഇൻവിജിലേറ്റർക്ക് കൈമാറുകയും ചെയ്യും. ഇനി അനുവദനീയമല്ലാത്ത കുറേയേറെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിന്റെ പേജ് 55. ചിലത് ഞാൻ പറയാം. എഴുതിയ അല്ലെങ്കിൽ അച്ചടിച്ച ടെക്സ്റ്റ്, പേപ്പർ തുണ്ടുകൾ, ജിയോമെട്രി, പെൻസിൽ ബോക്സ്, പ്ലാസ്റ്റിക് പൗച്ച്, കാൽക്കുലേറ്റർ, പെൻ, സ്കെയിൽ, റൈറ്റിംഗ് പാഡ്, പെൻ ഡ്രൈവ്, ഇറേസർ, ലോഗരിതം ടേബിൾ, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ചിരിക്കണം. ഇത് വെള്ളമൊക്കെ കുടിക്കാൻ അവിടെ തരുന്നതായിരിക്കും. അതുകൊണ്ട് വാട്ടർ ബോട്ടിലൊന്നും കരുതേണ്ടതില്ല. കോഡിനെ കുറിച്ച് പറയുമ്പോൾ ഡ്രസ് കോഡിനെ കുറിച്ച് വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. പറഞ്ഞിരിക്കുന്നത് പേജ് 56 പറഞ്ഞിട്ടുണ്ട്. ഹെവി ക്ലോത്ത്, ലോങ് സ്ലീവ്സ് പാടില്ല, ഷൂസ് പറ്റില്ല, സ്ലിപ്പർ, താഴ്ന്ന ഹീലുള്ള സാൻഡൽസ് എന്നിവയാണ് ഇടാവുന്നത്. ഇനി സാംസ്കാരികമായ ആചാരപരമായ ഉള്ള ഏതെങ്കിലും പ്രത്യേക വസ്ത്രം ധരിക്കുന്നവർ പരിശോധന നടപടികൾ പൂർത്തിയാക്കാൻ 12:30 മുമ്പ് കേന്ദ്രത്തിലെത്തിക്കണം. അതായത് 1:30 ക്ലോസ് ചെയ്യുന്നത്. അതിന് മുന്നേ 1 മണിക്കൂർ മുമ്പ്. കാരണം ചിലർക്ക് അങ്ങനെ മതപരമായ ആചാരപരമായ വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധമുള്ളൂ. പരിശോധനയ്ക്കായി നേരത്തെ എത്തിച്ചേരണം. അത് വളരെ ഇതാണ്. പിന്നെ സമയക്രമമൊക്കെ പാലിക്കുക. പിന്നെ OMR ഷീറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ അത് നമുക്കറിയാം മാനുവൽ അല്ല, കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടാണ് എൻ്റെ റീഡിംഗ് നടക്കുന്നതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് അതിനകത്ത് മഷികളോ വെള്ളമോ അങ്ങനെയൊന്നും ചാടാതെ വേറൊരു തരത്തിലും അതിന് കേടുപാടുകൾ സംഭവിക്കാതെ കൃത്യമായി അത് സൂക്ഷിക്കണം, നോക്കണം. ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിൽ 45 വീതം ചോദ്യവും ആകെ 90 ചോദ്യവും ബയോളജിയിൽ നിന്ന് അത് ഒരുമിച്ചാണ്. ബോട്ടണിയും സുവോളജിയും ചേർന്ന് 90 ചോദ്യങ്ങളാണ്. അതായത് ബയോളജിയിൽ നിന്ന് പകുതി ചോദ്യങ്ങളും പകുതി ഫിസിക്സും കെമിസ്ട്രിയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. സമയം ലാഭിക്കുന്നതിന് വേണ്ടി എല്ലാ ചോദ്യങ്ങളും വായിച്ചതിന് ശേഷം ഉത്തരം എഴുതുന്നതിന് പകരം ഓരോ ചോദ്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് അറിയാമെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യുക, അറിയില്ലാത്തത് അല്പം നേരം സ്കിപ്പ് ചെയ്യുക, ശേഷം ലാസ്റ്റ് അത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതിലേതിനാണ് ആദ്യം ആൻസർ ചെയ്യേണ്ടത് എന്ന് പല കുട്ടികൾക്ക് സംശയം ഉണ്ടാകും. അതിൻ്റെ ഉത്തരം ഇതത്രേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ട സബ്ജക്റ്റ് ഏതാണോ അത് ആദ്യം ആൻസർ ചെയ്ത് തുടങ്ങും. ചിലർക്ക് ഇപ്പോൾ ബയോളജി ആയിരിക്കും കൂടുതൽ ഇഷ്ടം, എങ്കിൽ അത് ചെയ്യുക. അതല്ല കെമിസ്ട്രിയോ ഫിസിക്സോ ആണ് കൂടുതൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, നല്ല കോൺഫിഡൻറ്റ് ഉള്ളതെങ്കിൽ ആദ്യം അവിടെ നിന്ന് തുടങ്ങാം, ശേഷം മറ്റു ചെയ്താൽ മതി. അപ്പോൾ പ്രിയമുള്ളവരെ, മെയ് 4 ആരംഭിക്കുന്ന നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും കരിയർ വ്ളോഗിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. പരമാവധി സ്കോർ നേടി അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടുന്നതിന് യോഗ്യമായ മാർക്ക് നേടാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഞാൻ ഇതിനോടൊപ്പം ഷെയർ ചെയ്യുന്നത്, കഴിഞ്ഞ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ വളരെ ഉയർന്ന മാർക്കുകൾ വാങ്ങി വളരെ ഉന്നതമായ റാങ്കുകൾ നേടി എൻ്റെ മകൾ ബാസിമ ഷംസ് ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വെല്ലൂരിൽ MBBSന് ചേർന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് യാതൊരു ടെൻഷനൊന്നും ഇല്ലാതെ, ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഒരു അവസാനത്തെ പരീക്ഷയൊന്നും അല്ല, അങ്ങനെ ഒന്നും പേടിക്കരുത് കുട്ടികളും. അതുപോലെ മാതാപിതാക്കളും കുട്ടികളോടൊപ്പം നിൽക്കുക, അവരെ സാന്ത്വനിപ്പിക്കുക, ടെൻഷനൊന്നും ഉണ്ടാക്കാതെ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ നിങ്ങൾക്കും നല്ല സ്കോറോടെ ഈ വർഷത്തെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, കരിയർ വ്ളോഗിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യാം. മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.